പത്രസമ്മേളനം വിളിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് കൺവീനറായ പി ഉഷ വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജസ്റ്റിസ് ഫോർ അനീഷ ഐക്യദാർഢ്യ സമിതിയാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. ഇപ്പോഴുണ്ടായ ഈ കേസിൽ ഇപ്പോഴുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ കുറ്റാരോപിതരായ 2 പേർക്കും അവർക്ക് അനർഹമായ രീതിയിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കേസിന്റെ അന്വേഷണാവസ്ഥയും നമ്മൾ ഇതിനോടനുബന്ധിച്ച് ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട്. ജസ്റ്റിസ് ഫോർ അനീഷ ഐക്യദാർഢ്യ സമിതി ഇതുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മളത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാലും ഇന്നിവിടെ വളരെ ചുരുക്കത്തിൽ അതിന്റെ കാര്യങ്ങളൊന്നുകൂടെ പറയാം. ജനുവരി 21-നാണ് പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അനീഷ ആത്മഹത്യ ചെയ്യുന്നത്. അവരുടേതായിട്ട് 5